അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം റെന്നാണ് ലവിനെ കുറിച്ച് അഡ്വൈസ് വയ്ക്കാൻ വേണ്ടി മറ്റേ വാങ്ങിനെ വിളിച്ചെടുത്തും. അപ്പോഴാണ് അവന് സന്തോഷെത്തി, ഓറൻ നീ എന്നെ കാണാൻ വിളിച്ചോ, നിന്നെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക, നമ്മൾ തമ്മിൽ ഒരു ഗെയിം വെക്കണം എന്നിന് അവന് സംസാരിക്കുമ്പോൾ റെന്നാണ് ആദ്യം അവന് ഗേൾഫ്രണ്ടിനെ കുറിച്ച് അഡ്വൈസ് തരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ചില ഗേൾഫ്രണ്ടിനോട് നൈസായിട്ട് സംസാരിച്ച് ഇഷ്ടപ്പെടും, ചിലവർക്ക് നൈസായിട്ട് സംസാരിച്ച ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഇവനും പറയുമ്പോൾ അതേസമയം അവൻ അപ്പം തന്നെ അവന്റെ കൂട്ടുകാരനെ വിളിച്ചോണ്ട് ഒരു പെറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അവന്റെ കൂട്ടുകാരനാണ് സന്തോഷെത്തി എന്നെ വിളിച്ചതിന് താങ്ക്സ് അളിയാന്ന് പറഞ്ഞ് അവനും കാണാൻ കൊള്ളുന്ന എല്ലാ പെറ്റ്സും ഇവനെ സെലക്ട് ചെയ്ത് തരാന്ന് പറയും. അപ്പോഴാണ് റെന്നും ഇവനെ വിളിച്ചത് മോശമായി പോയി, മറ്റേ സീനനെ വിളിച്ചാൽ മതിയായിരുന്നു, ഏതിനെ കൂട്ടുകാരൻ നിർത്താതെ സംസാരിക്കുന്നതുകൊണ്ട് ഇവന് ഷോക്ക് അടിച്ചു വരും. അങ്ങനെ അവസാനം അവിടെ ഒരു മുയലിനെ കണ്ട് റെന്ന അടുത്തേക്ക് ചെല്ലുമ്പം ഇവിടെ കൂട്ടുകാരനാണ് പേടിച്ചിട്ട് എടാ ഒരു ഡോക്ടറിന് മുയൽ വാങ്ങിച്ചു കൊടുത്ത് പാവ ഈ മുയലിനെ കൊല്ലാൻ നോക്കുന്നോ, അതിനും ഭേദം ഫ്രൈ ചെയ്ത് കഴിക്കുന്നേ ഏതിന് അവനും പറഞ്ഞ ഉടനെ റെന്നാണ് ഷോക്കായി നോക്കും. ഇതേ സമയം ഇവിടെ ലൂവാനോട് അവളുടെ കൂട്ടുകാരിയും അസ്ഥി കൂടെ അവള് വരാൻ പോന്ന കോളേജ് ഫംഗ്ഷന് വെക്കട്ടേയും ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ലൂവാനും എടി എന്റെ അസ്ഥി കൂടത്തിൽ നീ ഹൊറർ സ്പോട്ടിൽ വെക്കാൻ നോക്കുന്നോ, ഇതിന്റെ വളർത്തമ്മ ഞാനാടി, നീ പുതിയതായിട്ട് വന്ന അമ്മ, നിനക്കൊന്നും ഇവിടെ സ്ഥാനമില്ല ഏതിന് ലൂവാനും പറയുമ്പം അവളുടെ കൂട്ടുകാരിയും ഇതിനെ ഞാൻ സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞ് അവൾക്ക് വാക്ക് കൊടുക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഓരോ ക്ലബിലും അവരാൾക്കാരെ അവരുടെ ക്ലബിലേക്ക് ചേർത്തോണ്ടിരിക്കും. അങ്ങനെ ഇത് ലൂവാന് കിട്ടിയ നല്ല ചാൻസ് ആണെന്ന് പറഞ്ഞ് അവളുടെ ക്ലബിൽ ആൾക്കാരെ ചേർക്കാൻ വേണ്ടി പറയും. ഇതേ സമയം റെന്നിന്റെ കൂട്ടുകാരനാണ് അവനൊരു പുതിയ ട്രിക്ക് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ഇവരോടൊക്കെ വിശദീകരിക്കും. ഇവൻ തരുന്ന വള്ളി രണ്ടുപേരുടെ കൈ കെട്ടിയിട്ടേക്കാണ്, പിന്നെ അവർ തമ്മിൽ ഒരിക്കലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യത്തില്ലെന്ന്. അങ്ങനെ ഒറ്റത്തവണ ലോക്ക് ഇട്ട പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ ലോക്ക് അഴിഞ്ഞ് വീഴത്തുള്ളെന്ന് അവനും പറയുമ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ക്യാപ്പിൽ തന്നെ അവളുടെ കൂട്ടുകാരുടെ കൈ ഇവനങ്ങ് ലോക്ക് ഇടും. അതോടെ അവളാണ് ഷോക്കായിട്ട് എടാ ഇത് ഞാൻ ലൂവാനായിട്ട് ഇടാൻ വേണ്ടിയിരുന്നയാ എന്നിന് ഇവളും പറയുമ്പോഴാണ് ലൂവാനാണ് ഇതെല്ലാം കേട്ട് ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവനും എന്തായാലും നിനക്കിനി എന്റെ കൂടെ വന്നേ പറ്റത്തുള്ളെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഇതേസമയം റെന്നാണ് അവ ലാബ് ചെയ്യുന്ന മറ്റേ റോബോട്ടിന് വീണ്ടും കുറച്ച് അപ്ഗ്രേഡ് കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴാണ് അവന്റെ ടീംമേറ്റ്സും ഇവ മറ്റേ ക്ലബ്ബ് നടക്കാൻ സ്ഥലത്ത് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ റെന്നാണ് ഇപ്പൊ തന്നെ അവിടെ ചെന്നിട്ട് ഇവ ലൂവാന്റെ കൈയും ഇവന്റെ കൈയും കെട്ടിയിട്ടിട്ട് അവളുടെ അടുത്ത് സോറി ചോദിക്കാൻ പോകാന്ന് പറയും. അപ്പോഴാണ് അവന്മാരെ ഷോക്കായിട്ട് എന്റെ പൊന്ന് റെന്നെ സോറി ചോദിക്കാനും ഒരു മാസ് കാണിക്കുവാണല്ലേ എന്നിന് അവന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ ലൂവാനും അവൾ കേക്കൊക്കെ ഉണ്ടാക്കി വെക്കുമ്പം ഇത് കാണുന്ന കൂട്ടുകാരനാണ് ഇതെന്തോ സംഭവം ചോദിക്കും. അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് റെന്നും ഇവളെ സഹായിക്കാൻ വേണ്ടി വരുമ്പം അവർ രണ്ടുപേരും നൈസിനെ അങ്ങ് പോയി തരും. അപ്പോഴാണ് ലൂവാനാണ് ഇവനെ കണ്ട് ഷോക്കായിട്ട് ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ എന്തേലും ചോദിക്കും. അപ്പോഴാണ് അവനും ഇവ വന്നപ്പോ തന്നെ അവര് പോയെന്നറിയും. ഇതിനുശേഷം അവനും ഇവളുടെ കൈ ആദ്യം കെട്ടിട്ടിട്ട് സോറി ചോദിക്കാന്ന് പറഞ്ഞ് അവനിരിക്കുമ്പം പെട്ടെന്ന് അവൾ ഇവനൊരു കേക്ക് കൊടുത്തിട്ട് അവൾ ആദ്യം സോറി ചോദിക്കും. അങ്ങനെ ഞാൻ വെറുതെ നിന്നോട് ദേഷ്യപ്പെട്ടത് എന്റെ തെറ്റാന്ന് പറഞ്ഞ് ഇവളൊരു ട്യൂഷൻ സാറായിട്ട് മാത്രം ഇവനെ കണ്ടില്ലെന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചതിന് നീ എന്നെ ക്ഷമിക്കണമെന്ന് ഇവളും പറഞ്ഞിട്ട് അവൾ ഇനി കോഴ്സ് മാറുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് റെന്നാണ് സന്തോഷത്തി എങ്കിൽ പിന്നെ ഇനി ഇവളാർക്കും ഫെയർവെൽ പറയാൻ പോകുന്നില്ലെന്ന് ചോദിക്കുമ്പം അവൾ ഇവൻ ചുമ്മാ കളിയാക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ചുമ്മാ മുമ്പ് പറഞ്ഞ ഡയലോഗ് എന്നെ പിടിച്ചിരിക്കാതെ അതൊക്കെ മറന്നാളയാൻ പറയും. അതിനുശേഷം അവന്റെ ഇരിക്കുന്ന മറ്റേ വള്ളി കണ്ടിട്ട് ഇവനും കൊച്ചുള്ളവരെ പോലെ ഇത് കൈ പിടിച്ചോണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അവന് ചമ്മി പോയിട്ട് ആ സത്യം ഇത് കൊച്ചുള്ളവർ കാണിക്കുന്ന പരിപാടിയാ, എന്റെ കൂട്ടുകാരെ എനിക്ക് ഇത് തന്നേ ഉള്ളു, പിന്നെ അന്ന് ഞാൻ അങ്ങനെ സംസാരിക്കണ്ടായിരുന്നു സോറി എന്ന് ഇവനും പറഞ്ഞിട്ട് ഇവൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴാണ് അവളാണ് ഇവൾക്ക് എന്തോ ഗിഫ്റ്റും ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചോണ്ടെന്ന പെറ്റ് കാണിക്കുമ്പം അത് മുയലല്ല അവസാനം ആമയാണ് വാങ്ങിച്ചോണ്ടെന്ന്. അത് കണ്ടിട്ട് അവളും ഈ ആമ എനിക്കാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ ആമ കുറെ വർഷം ജീവിച്ചിരിക്കും, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഇതിനെ വളർത്താന്ന് പറഞ്ഞിട്ട് അവളുടെ കൊടുക്കും. അപ്പൊ അവന് സന്തോഷത്തിൽ ഈ ചാൻസ് യൂസ് ചെയ്ത് ഇവളുടെ പുറം എപ്പം വേണമെങ്കിലും പോകാന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവന് തടസ്സമായിട്ട് മറ്റേ ആന്റിഷൻ അവിടേക്ക് വരുന്നത്. അതോടെ ഇവിടെ റെന്നാണ് മൊത്തം ജലസായിട്ട് ഈ ആൽഫ ബീറ്റിക്കടെ പുതിയതായിട്ട് ഗാമ എവിടെ കയറി വന്നെന്ന് അവനിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുമ്പം ലൂവാന് മറ്റേ ആമയൊക്കെ പിടിച്ച് മാറ്റിയിട്ടിട്ട് ഇവന് വേണ്ടി ഉണ്ടാക്കി കേക്ക് എടുത്ത് കാണിക്കും. അപ്പോഴാണ് അത് ഹാർട്ട് ഷേപ്പ് ഇരിക്കുന്നിട്ട് പെട്ടെന്ന് റെന്നാണ് ചുമ്മാ കണ്ടു നോക്കിയൊന്ന് ടേസ്റ്റ് മനസ്സിലാത്തില്ലെന്ന് പറഞ്ഞ് അവൻ സ്പൂൺ എടുത്ത് അതിനകത്ത് കുത്തി വയ്ക്കും. അതോടെ അവരുണ്ടാണ് ഷോക്കായിട്ട് ഇവനിത് എന്തോ കാണിച്ചെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് തന്നെ അറിയാതെ പറ്റിയതാന്ന് പറയുമ്പം അവൾക്കാണ് നല്ല ദേഷ്യമായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഇവന്റെ ടീംമേറ്റും നമ്മുടെ ക്ലബിനെ കുറിച്ച് ഒരു പിടിയില്ലെന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് വിളിക്കുമ്പം ലൂവാനിവൻ പോയി തന്നാമെന്ന് പറഞ്ഞ് അവനെ പോകാൻ വേണ്ടി പറയും. അപ്പോഴാണ് റെന്നും ഞാൻ തിരിച്ചു വരും അതുവരെ നീ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ കൂട്ടുകാരനും അവളുടെ കൂടെ ഡേറ്റിന് പോകുമ്പോഴാണ് ഇവൾക്ക് ജ്യൂസ് ഒക്കെ ഓപ്പൺ ചെയ്ത് തരാന്ന് പറഞ്ഞ് അവൻ ആ ബോട്ടിൽ തുറക്കാൻ നോക്കും. പക്ഷെ അവസാനം അവളായിരിക്കും ആ ബോട്ടിൽ തുറന്നു കാണിക്കുന്നത്. അതോടെ ഇവന് മൊത്തം നാണം കെട്ടിട്ട് ഈ ബോട്ടിൽ നല്ല സ്ട്രോങ് ആണെന്ന് തോന്നുന്നു, നമുക്കടുത്ത് ഗെയിം കളിക്കാൻ പോകും ഇതിന് അവന്റെ സ്കിൽസ് കാണിക്കാൻ വേണ്ടി ഇവനെ വിളിച്ചോണ്ട് പോകുമ്പം അവളാണ് സന്തോഷത്തി ഇവൾക്ക് ആ പാവയെ ജയിച്ചറിഞ്ഞെന്ന് പറഞ്ഞ് അവൾ സന്തോഷം നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവസാനം ഉള്ള ത്രോ എല്ലാം ചെയ്തതിനു ശേഷം ഇവൻ നേരെ ആ പാവയെ നോക്കിയായിരിക്കും എല്ലാം പോയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതോടെ അവളാണ് ഇവനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി എന്തായാലും വിജയിച്ചാൽ ആ പാവയിലെ കിട്ടുന്നതെന്ന് പറഞ്ഞ് ഇവളും പറയുമ്പം അവനാണ് ഇനി ഇവിടെ നിന്ന് പൈസ വഹിക്കുമെന്ന് പറഞ്ഞ് നൈസിന് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവന് റിങ് ഇട്ട് വേറൊരു പാവ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് അടുത്ത ഗെയിമിന് പോയാലും അവിടെ
അവിടെയും അവൻ തോറ്റേ ഉള്ളു. അപ്പോഴാണ് ഒറ്റ ചാൻസിൽ തന്നെ ഇവൾ അവനൊരു പാവ ജയിച്ചു കൊടുക്കുമ്പം ഇവനും മൊത്തത്തിൽ ഇവിടെ ചമ്മിപ്പോയി നിൽക്കും. പക്ഷെ അവൾ അപ്പോഴും ഇവനെ നാണം കെടുത്തായിരിക്കാൻ വേണ്ടി ആ ജസ്റ്റ് ലക്കിന് വീണേന്ന് പറയുമ്പം ഇവനാണ് എങ്കിൽ പിന്നെ അവിടെ ഇരിക്കുന്ന മിഠായി വാങ്ങിച്ചു തരാൻ പറ്റുമെന്ന് അവസാനം ഇവളോട് കെഞ്ചും. അതിനുശേഷം ഇവിടെ റെന്നിന്റെ ക്ലബ്ബിൽ ചേർന്ന ഒരുത്തനും വരാൻ പോകുന്ന കോമ്പറ്റീഷന് ഇവനെ ട്രെയിനിങ് ചെയ്യേണ്ടെന്ന് ചോദിക്കുമ്പം റെന്നാണ് അവനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് ദൂരെ ഇരിക്കുന്ന ലൂവാനെ നോക്കിയായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ് ഒക്കെ ഒറ്റയ്ക്ക് പോയി ചെയ്യടാ, എന്നാലല്ലേ നിനക്ക് കോമ്പറ്റീഷന് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് അവനും പറയുമ്പം മറ്റേ പയ്യനും ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് പറയും. അപ്പോഴാണ് റെന്നും നിനക്ക് എന്നെ കാണുമ്പോൾ അത്രയ്ക്ക് ദേഷ്യം വരുന്നവന്ന് ലൂവാനെ ഓർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ പയ്യനാണ് തെറ്റിരിച്ചിട്ട് അങ്ങനൊന്നുമില്ല, നിന്നെ കാണുന്ന എനിക്ക് സന്തോഷമേ ഉള്ളൂ, എങ്കിൽ പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വരും സീനിയർ. ഇതിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം ആൻജീഷൻ ഇവൻ വാങ്ങിച്ചു കൊടുത്ത ആമയെ തൊട്ടുകൊണ്ടിരിക്കുമ്പം റെന്നാണ് മൊത്തത്തിൽ കത്തിയിട്ട് എന്റെ മകനെ തൊടാൻ ഇവൻ ആരാടാന്ന് അവൻ മറ്റേ വള്ളിയായിട്ട് ഇപ്പൊ തന്നെ അവളെ ലോക്ക് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന വാങ്ങാണ് റെൻ നീ ഇവിടെ ഉണ്ടായിരുന്നോ, എനിക്ക് നിന്റെ കൂടെ ലോക്ക് ഇടാൻ ആഗ്രഹമായിരുന്നു, ഇനിയിപ്പോ നമ്മളെ ആരും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിന് അവന് വന്ന് നിന്നുടനെ റെന്നിന് ഇവന്റെ അടുത്ത് രക്ഷപ്പെടാനേ പറ്റത്തില്ല, കാരണം ഇനി ആ ലോക്ക് തന്നെ അഴിഞ്ഞാലേ ഉള്ളു. ഇതേ സമയം ഇവിടെ സീനിയറും ഈ പരിപാടി ഒന്നും പങ്കെടുക്കാതെ അവനും കസിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവനെ കാണുന്ന മുമ്പേ തന്നെ അവൾ നല്ലോണം ഡാൻസ് ചെയ്ത് കോർത്ത് വെക്കിട്ട് അപ്പൊ ഇവനെ സ്നേഹിക്കുന്നുണ്ട് മാത്രമാണോ അവളുടെ സമയമെല്ലാം കളഞ്ഞ് അവൾ എല്ലാത്തിലും തോറ്റുപോയെന്നറിഞ്ഞ് ഇവന് കുറ്റബോധമാവും. അപ്പോഴാണ് അവിടേക്ക് വന്ന കസിനും ഇവനെ കണ്ട് സന്തോഷത്തി പെട്ടെന്ന് ഇവന്റെ കൈ ലോക്കിട്ടിട്ട് ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവനാണ് സങ്കടത്തിൽ ഒന്നും പറയാതിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവളും ഷീബായ് നിനക്ക് എന്തോ പറ്റി, സാധാരണ ഇതൊന്നും വേണ്ടെന്ന് എന്നോട് പറയല്ലോ, ഒരേഷ്യ ഞാൻ പരീക്ഷയ്ക്ക് പാസ്സായിന്ന് എന്നോട് കള്ളം പറഞ്ഞിട്ടാണ്, അതിന് സോറി ഇനി ഞാൻ കള്ളം പറയത്തില്ല, ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഡാൻസ് ഒന്നും ചേരത്തില്ലെന്ന്. എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും അല്ല ഞാൻ നിന്റെ ടീച്ചറിനോട് ചോദിച്ചായിരുന്നു, എല്ലാവരെക്കാളും നീയാ ബെസ്റ്റായിട്ട് ഡാൻസ് ചെയ്യുന്നത്, പക്ഷേ ഈ ഇടയ്ക്കായിട്ട് നീ പ്രാക്ടീസിനൊന്നും പോകത്തുണ്ട്, നിന്നെ കൊണ്ട് കറക്റ്റായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റാത്ത, അതിന്റെ കാരണം ഞാൻ. എന്നിന് ഇവർ സംസാരിക്കുന്ന അതേ സമയം ഇവിടെ വാങ്ങാണ് റെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പോയി വീഡിയോ ഗെയിം കളിച്ചാലോന്ന് പറഞ്ഞ് അവനോട് ശരി സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട അവസാനം റെന്നും എടാ നീ എനിക്കൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ആയിട്ടാ തോന്നുന്നത്. എന്നിന് റെൻ പറയുമ്പം ഇവിടെ വാങ്ങിനൊന്നും പിടി കിട്ടാതെ അതെന്തൊരു സംഭവം, എന്നെ നീ പുകഴ്ത്തി പറയാണോ, എങ്കിൽ പിന്നെ വാ നമുക്ക് മറ്റേ ഹൊറർ പ്ലേസിൽ പോവാം. എന്നിനെ വാങ് വിളിക്കുമ്പോഴാണ് റെൻ അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലത്ത് വിളിച്ചോണ്ടോന്ന് പറഞ്ഞ് ലൂവാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകും. അതോടെ വാങ്ങും ഇതാണ് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞ് ഇവനെ അപ്പൊ പറ്റിച്ചതാന്ന് മനസ്സിലാക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കേക്കൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുമ്പം ലൂവാൻ അവിടെ ഇരുന്ന് പേരെഴുതിയ കേക്കൊന്നും ഇവരെ കട്ട് ചെയ്യേണ്ടെന്ന് പറയും. അങ്ങനെ അതൊക്കെ കൊടുക്കാനുള്ളതെന്ന് ഇവൾ പറയുമ്പോഴാണ് റെന്നാണ് അവിടെ ആൻജീഷന്റെ പേര് കേക്ക് ഇരിക്കുന്നതാണ്, അതുകൊണ്ട് അവനത് മനഃപൂർവ്വം എടുത്ത് മുറിക്കാൻ വേണ്ടി പോകുമ്പം ഇവിടെ വാങ്ങാണ് പേടിച്ചിട്ട് ഇത് പേര് ചെയ്ത് വെച്ചേക്കുന്ന കേക്കാന്ന് പറയും. അപ്പോഴാണ് റെന്നും ഇതാരും അറിയണ്ട നമ്മൾ തമ്മിലുള്ള സീക്രറ്റ് ആന്ന് പറഞ്ഞിട്ട് നൈസിന് ഇവന്മാർ രണ്ടുപേരും കൂടെ ആ കേക്ക് വെട്ടി എല്ലാവർക്കും കൊടുക്കും. അതിനുശേഷം ലൂവാന്റെ കൂട്ടുകാരിയും അവസാനം ഇവനെയും വിളിച്ചോണ്ട് മറ്റേ ഹൊറർ പ്ലേസിലേക്ക് വരുമ്പം അവനാണ് പേടിച്ചിട്ട് നമ്മൾ വഴി മാറിപ്പോയെന്ന് പറഞ്ഞ് ഇവളെയും വിളിച്ചോണ്ട് പോകാൻ നോക്കും. അപ്പോഴാണ് അവളും കറക്റ്റ് സ്ഥലത്താ വന്നേന്ന് പറഞ്ഞ് അവനെ പിടിച്ച് വലിച്ചോണ്ട് അവളം കയറി പോകും. അതിനുശേഷം ഇവിടെ അവസാനം കേക്കെല്ലാം വിറ്റ് തീർത്തിട്ട് ലൂവാനാണ് ഇവന്മാർക്ക് ജോലി ചെയ്ത പൈസയൊക്കെ തരാന്ന് പറയുമ്പം അവന്മാർ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇവൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറയും. അതിനുശേഷം അവന്മാർ തമ്മിലുള്ള ആ ലോക്കിന്റെ സമയം കഴിയുമ്പം റെന്നിന് അപ്പോഴായിരിക്കും ആശ്വാസം വരുന്നത്. അതിനുശേഷം ലൂവാനും എന്തായാലും ഇവന്മാർ പൈസ വാങ്ങിച്ചില്ലെങ്കിൽ കുറച്ച് പോയി കേക്ക് എടുത്തോളെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ആൻഡിഷാന്റെ ബോക്സ് ഓപ്പൺ ആയിരിക്കുന്നു കാണുന്നത്. അതോടെ അവൾ ദേഷ്യത്തി നിങ്ങളെ ആരാണ് ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞെന്ന് അവന്മാരോട് ചോദിക്കുമ്പോൾ റെന്നും അവൻ ചെയ്ത് തെറ്റാന്ന് സമ്മതിക്കും. അതുകൊണ്ട് അവനും വേറൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് റെന്നാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുമ്പം അവിടേക്ക് വന്ന് ലൂവാനും ഇവന്റെ അടുത്തേക്ക് പതിയെ ഇങ്ങനെ നിന്നിരിക്കും. അതിനുശേഷം അവളും ഈ ഇടയ്ക്കായിട്ട് നമ്മൾ തമ്മിൽ വഴക്കാന്ന് പറഞ്ഞ് അവനോട് ആ കാര്യം പറയുമ്പം അവൻ എത്ര വഴക്കുണ്ടെങ്കിലും അത് നമ്മുടെ ബന്ധത്തിനെ ബാധിക്കത്തില്ലെന്ന് അവനും പറയും. അപ്പോഴാണ് അവളും എന്തായാലും ഇവനാ വെട്ടിക്കൊടുത്ത കേക്ക് ആൻറ്റീഷ്യൻ അവന്റെ ഗേൾഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിച്ചാന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവനാണ് സന്തോഷത്തി എങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് ഞാൻ പുറത്ത് പോയിട്ട് തരാം. എന്നിട്ട് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് അവനാണ് പുറത്തേക്കും സന്തോഷപ്പെടും. ഇനിയിപ്പോ ആൽഫബീറ്റിക്കയുടെ ഗാമയില്ലെന്ന്. അതിനുശേഷം ഇവിടെ ഹൊറർ പ്ലേസ് വെച്ച് കൂട്ടുകാരും മൊത്തത്തിൽ പേടിച്ച് വരച്ചോണ്ടിരിക്കുമ്പം അവളാണ് ധൈര്യത്തിൽ ഇവളുടെ പുറകെ തന്നെ വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവൾ അവിടുത്തെ നോട്ടീസ് കണ്ടിട്ട് ഇവിടെ ഒരു ഗിഫ്റ്റ് കാർഡ് ഉണ്ടെന്ന് അവനോട് പറയുമ്പം ഇത് കേട്ട് ഇവൻ പേടിച്ചിട്ട് ഇവിടെ ആരാടാ ഗിഫ്റ്റ് കാർഡൊക്കെ വെച്ച് എനിക്ക് പെടുക്കാൻ മുട്ടുന്നു. എന്നിട്ട് അവൻ അവിടെ ഇരിക്കാൻ നോക്കുമ്പം ഇവൾ അവന് ഫോഴ്സ് ചെയ്ത് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. അതിനെ ശിവ രണ്ടുപേരും അവസാനം ആ കാർഡ് കണ്ടെത്തുമ്പോഴാണ് അവന് സന്തോഷത്തി എങ്കിൽ പിന്നെ ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് ഇവളുടെ പേടിയൊക്കെ മാറിയാൻ ചോദിക്കും. അതിനെ ശിവരിങ്ങനെ പുറത്തേക്ക് വരുമ്പം ഇവരുടെ ഫ്രണ്ട് പ്രേതത്തിന് പോലെ രണ്ടുപേരും നിൽക്കും. അങ്ങനെ അതോടെ ഇവർ രണ്ടുപേരാണ് മൊത്തത്തിൽ പേടിച്ച് ഉറച്ചു പോകും. അതേസമയം ഇവിടെ കസിനാണ് മൊത്തത്തിൽ തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. കാരണം സീനിയർ ഇപ്പോ ഇവളെ ബ്രേക്കപ്പ് ചെയ്ത് അങ്ങനെ അവൻ കാരണം ഇവളുടെ ഡാൻസ് ഒക്കെ ഇല്ലാതായി പോകുന്നുണ്ട് അവന് കുറ്റബോധം നിറഞ്ഞ് ഇവളെ ബ്രേക്കപ്പ് ചെയ്യും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കി ഇവളും കരഞ്ഞോണ്ട് അവനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവനെ വിഷമിച്ചായിരിക്കും അവിടെ നിന്ന് വന്നത്. എന്നിട്ട് ഇവിടെ റെന്നിന് ലൂവാനും കാണിക്കുമ്പോഴാണ് അവരാ ഹൊറർ പ്ലേസിൽ നിന്ന് പുറത്തേക്ക് വരും. കാരണം ഇവരാണ് ആ കോസ്റ്റ്യൂം ഇട്ട് അവരെ പേടിപ്പിച്ച്. എന്നിട്ട് പുറത്ത് നല്ല മഴയായതുകൊണ്ട് അവന്റെ ഡ്രസ്സ് തലയിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളും ഇവന്റെ നനവൊക്കെ തുടയ്ക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ കൊടുക്കുമ്പോഴാണ് അവനാണ്
എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ എന്നോട് ഇത്ര കെയർ ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് ആ ഡയലോഗ് കേട്ട് അവളും അപ്പൊ അന്ന് ഞാൻ ഗുവാനോട് സംസാരം നീ കേട്ടായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, മറ്റുള്ളവർ ചുമ്മാ നമ്മളെ കുറിച്ച് തെറ്റിരിക്കണ്ടല്ലോ എന്ന് ഇവള് പറയുമ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ല, കാരണം നിനക്ക് ഡോക്ടർ പഠിക്കാൻ താല്പര്യമില്ലെന്നല്ലോ പറഞ്ഞ, ഇപ്പൊ നിന്റെ മനസ്സ് മാറിയില്ല, അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് നിന്റെ മനസ്സ് പെട്ടെന്ന് തന്നെ മാറും. ഇനിയിപ്പോ നമ്മുടെ മകന് ഒരു പേര് വെക്കാം എന്നിട്ട് അവനും പറയുമ്പോൾ ഇവള് ഏത് മകൻ ചോദിക്കും. അപ്പോഴാണ് അവനും നമ്മളുമായി ചാമയ്ക്ക് റെൻലു എന്ന് പറഞ്ഞവൻ പേര് വെക്കുമ്പോൾ അവള് നമ്മുടെ പേര് തന്നെ വെക്കണം ചോദിക്കും. അങ്ങനെ അത് ചോദിച്ച് അവള് നാണിച്ചിട്ട് പെട്ടെന്ന് ഹോസ്റ്റലിന്റെ അകത്തേക്ക് ഓടിപ്പോകും. അതിനുശേഷം ഇവിടെ വാങ് ആണ് മറ്റേ റെന്റ് ലാബ് ഫ്രണ്ട്സിനോടൊക്കെ ചോദ്യം ചെയ്യും, പിന്നെ ഗൈസ് നിങ്ങൾക്കൊക്കെ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നറിയോ എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവന്മാരെല്ലാരും കൂടെ ഇക്വേഷൻ ഡെറിവേഷൻ എന്ന് പറഞ്ഞ് അത് ഫുള്ള് വിശദീകരിച്ച് പറയും. അതോടെ ഇവനൊന്നും പിടികിട്ടാതെ ബുജ്ജികളെ എനിക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞ് മനസ്സിലാത്തില്ല, എന്നോടൊരുത്തൻ ഞാൻ മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്ന് പറഞ്ഞായിരുന്നു, അതായത് അവനെ പുകഴ്ത്തി പറയല്ലേ എന്നിട്ട് ഇവനെ സന്തോഷത്തിരിക്കുമ്പം അവന്മാരാണ് ഒരു പയ്യൻ ഇവനോട് പറഞ്ഞെങ്കിൽ അതിനർത്ഥം ഇവനൊരു ഗേ ആയിട്ട് അവൻ വിചാരിച്ചെന്നറിയും. അങ്ങനെ അതുകൊണ്ട് അത് കളിയാക്കി പറഞ്ഞാന്ന് ഇവന്മാരൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പം അവസാനം വാങ്ങിന് പിടികിട്ടി റെന്നപ്പ ഇവനെ ഗേ ആയിട്ട് വിളിച്ചെന്ന്. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.